ആ ഉപഹാരത്തിന് അർഹത നേടിക്കൊള്ളുന്നില്ല. പ്രസംഗമൊന്നുമില്ല, അങ്ങനെ സൂചന ചെയ്യുമല്ലോ. വളരെ പ്രസംഗമൊന്നുമില്ല. നമുക്കൊന്ന് ദുആ ചെയ്യാനും 6 മണിക്ക് മുമ്പ് നമുക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ വിഭവങ്ങളോട് കൂടെ തന്നെ നമ്മുടെ ഈ ബർക്കത്തിന്റെ ഈ ജീവനിയും കൂടി, കാരണം ഇവിടെ നോമ്പ് തുറന്ന് നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്ക് ചിലപ്പോൾ നിസ്കാരത്തിന് വല്ല കോട്ടോ സംഭവിക്കുമോ, പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു റമദാൻ ആ കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സിൽ ദീനാമുമ്മിനികളെല്ലാം മനസ്സിലാക്കാം. തങ്ങളൊക്കെ സാക്ഷിയാണല്ലോ, തങ്ങളുണ്ടായിരുന്ന എല്ലാ സദസ്സിലും കുട്ടികളെ പറഞ്ഞതാണ് എനിക്ക് ഹാഫിളാകണം. ഞങ്ങളോട് ആ കുട്ടികളെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഹാഫിളാകണം ഞങ്ങൾക്ക് ഒരു മൂല്യരാകണം. അപ്പൊ ഇന്ന് കാണുന്ന ഡോക്ടർ, പോലീസ്, മിലിറ്ററി, IAS തുടങ്ങിയ ഈ വേഷങ്ങളും ഈ യൂണിഫോമുകളും ഈ മേഖലക്കൊക്കെ ആ കുട്ടികൾ കാണുന്നുണ്ട്. അതിൽ നിന്നും ആ കുട്ടികൾ ആകർഷിപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ് പാണ്ഡിത്യ മേഖല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, നല്ല ചാൻസ്. ഒരു വിഗ്രഹത്തും വരില്ല, ഒരു ദുഷിച്ച ചിന്തയും വരില്ല, ഒരു ലഹരിയുടെ ആളുകളും അങ്ങോട്ട് കടന്നു വരില്ല, ഒരു സ്വതന്ത്ര ചിന്തയും ഒരു നിരീശ്വരവാദിയോ കുടുംബത്തിൽ കടക്കില്ല. അവരൊരാൾ മരിച്ചാൽ വേറൊരാൾ അഭിപ്രായം പറയാൻ വരില്ല. ആ പണ്ഡിതന്റെ അവിടെ മയ്യത്ത് കടത്താനും നിസ്കരിക്കാനും ദ്വയക്കാനും കബറിൽ പോകാനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ആ നാളേക്ക് വേണ്ടി ഒരു മോനെ നിങ്ങൾ മാറ്റി വെക്കുക, നാളേക്ക് വേണ്ടി ഒരു മോളെ നിങ്ങൾ മാറ്റി വെക്കുക. പെൺകുട്ടികൾക്ക് നിന്ന് ധാരാളം ഹിഫ്ദ് കോളേജുകളും ബിരുദ കോളേജുകളും പെൺകുട്ടികൾക്കുണ്ട്. ഒരു മോളെയെങ്കിലും മാറ്റി വെക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടൊക്കെ മോശമല്ല കേട്ടോ. കഴിഞ്ഞ ആഴ്ച ജോലി കൊടുത്തോണം. നാളല്ല മറ്റന്നാൾ ഒരു കലക്ടറായി വരുന്നത് ഒരു ഹുദവിയാണ്. ഇനി അങ്ങനത്തെ ഒരുപാട് ഹുദവികൾ ഇറങ്ങാൻ നിൽക്കുകയാണ്, ഒരുപാട് ബിരുദധാരികൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഡോക്ടർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, ഫൈസിമാരുണ്ട്, ദാരിമാര്, വക്കീലന്മാരൊക്കെ. ഇത് പഠിച്ചു വിചാരിച്ചിട്ട് പള്ളിയിൽ തന്നെ സേവനം ചെയ്യണമെന്നില്ല. ഇത് പഠിച്ചു വിചാരിച്ചിട്ട് പള്ളിയിൽ മദ്രസയിൽ മാത്രം നിൽക്കണമെന്നില്ല. അവർ തുടർന്ന് 2-3 കൊല്ലം പഠിച്ചാൽ പഠിക്കേണ്ട പിന്നെ പോലെ പരീക്ഷ എഴുതിയാൽ മതി. അത്രയും ക്വാളിറ്റി അവർക്ക് ഉണ്ടാവും. അതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അൽ ഖദീം, അൽ കരീം, അർ റഹീം, അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أنت قولا ويا എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ തൗബ സ്വീകരിക്കല്ലാഹ്. പാപങ്ങൾ പുറത്തുകൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഇണകളുടെ മക്കളുടെ ഉസ്താദുമാരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഒക്കെ ഹബീബിനോട് കൂടെ നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. അല്ലാഹുവേ, റമദാൻ കഴിയുന്നതോടെ പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിന്റെ മനസ്സ് പോലെയാകുമെന്നല്ലേ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തേക്കിൻകോട് കൂമ്പങ്കല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നജ്മുൽ ഹുദ മദ്രസയിൽ വെച്ച് തൗബ, സ്വലാത്ത്, ദുആ മജ്ലിസ് നടത്തി. ദുആ മജ്ലിസിന് കൂമ്പങ്കല്ല് ജുമാ മസ്ജിദ് ഖത്തീബ് ബഹുമാനപ്പെട്ട മൊയ്തീൻ കുട്ടി ദാരിമി അവർകൾ നേതൃത്വം നൽകി. നൂറുകണക്കിന് സഹോദരിമാർ ദുആ മജ്ലിസിൽ പങ്കെടുത്തു. സ്ത്രീ കൂട്ടായ്മയ്ക്ക് നോമ്പുതുറയും നാടിന് പേരും പ്രശസ്തിയും നൽകിക്കൊണ്ട് വിജയിച്ച 3 പേർക്ക് മഹല്ല് ഖത്തീബ് മൊയ്തീൻ കുട്ടി ദാരിമി അവർകൾ, മഹല്ല് പ്രസിഡന്റ് ഫസൽ റഹ്മാൻ തങ്ങൾ അവർകൾ, സെക്രട്ടറി യൂസുഫ് പത്തത്ത് അവർകൾ, കുഞ്ഞായമു കുഞ്ഞാണി എന്നിവരുടെ മഹനീയ കരങ്ങളാൽ മൊമൻറ്റോ നൽകി ആദരിച്ചു. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ അവസാനത്തെ 10 ഒരേ മനസ്സും കൂട്ടായ ശ്രമത്തിലൂടെ റംസാൻ പുണ്യമാസം ആത്മീയ കൂടിച്ചേരലിൻ്റെ സന്തോഷത്തിൻ്റെ മുഹൂർത്തമായി സാക്ഷ്യം വഹിച്ചു. ഈ സന്തോഷമായ ഇഫ്താർ സംഗമം അതിലേക്ക് സഹകരിച്ച അതിനുവേണ്ടി ആരോരാത്രം പ്രവർത്തിച്ച നജ്മുൽ ഹുദ മദ്രസ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും കൂടി പരിപാടി വളരെ ഭംഗിയാക്കാൻ വേണ്ടി ആറ്റോരാത്രം പ്രവർത്തിച്ചു. അതിലേക്ക് സഹകരിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അർഹമായ പ്രതിഫലം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ഞാൻ പെട്ടിട്ടില്ല ടേബിള് വേറെ ഒന്നുകൂടി كما بيدنا محمد وعلى اللهم صل